ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ ചിക്കൻ. ടേസ്റ്റി ആയിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 പഴുത്ത തക്കാളി നമുക്ക് മുറിച്ച് വെച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി വെന്ത് വരണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തക്കാളി വേവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണ്ട. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി അതിലേക്കിട്ട് ഇതുപോലെ വറുത്ത് കോരാം. നമ്മുടെ തക്കാളിയൊക്കെ തണുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇനി അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് അതിൻ്റെ അരി കളഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ.
ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് ഇരുന്ന് വേവട്ടെ. ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ആവശ്യമെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയില ഇട്ട് ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്